എന്റെ ഒരു എടുത്തു ചാട്ടം ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾ എങ്ങനെയായിരുന്നു പ്രേമിച്ചതും? ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയോണ്ടായി ഇറങ്ങി തിരിച്ചത്. സ്വന്തമായിട്ട് ഒരു വീടില്ല. എന്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾക്ക് വീടില്ല. ചേട്ടന് സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. പക്ഷെ ചേട്ടൻ എന്റെ കൂടെ അന്നും ഇന്നും ഉണ്ട്. അമ്മയ്ക്ക് ചക്കൂനെയാണ് ഏറ്റവും ഇഷ്ടം, സൂചി നൂല് വേണോ? എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ചക്കൂനെയാണോ സൂചി നൂല് വേണോ? കൺഫ്യൂഷൻ ആയ ചോദ്യമാണല്ലോ ചേച്ചി ചോദിച്ചു. കൊച്ചി വഴക്ക് പറയും, അമ്മ ഇത് ഇത്രയും രൂപയ്ക്കല്ല വിൽക്കണ്ട, കുറച്ചുകൂടെ രൂപയ്ക്കാണ്. അത് എപ്പോഴും പറയും. അവള് ഒരു ഡ്രസ്സ്, ഇപ്പൊ ഈ ഡ്രസ്സ് എത്ര 1500 ഇത് എന്ത് ലാഭമാണ്? ആയിട്ട് ചക്കു പറയും, കോട്ട് ചക്കു. പിന്നെ ഈ ചക്കു പറഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങ് വിഷമം തുടങ്ങും. ഇപ്പൊ നമ്മളോടൊരു ബ്രൈഡൽ വർക്ക് പറയാം ചേച്ചി 5000 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ട്. കാരണം ഇപ്പം നിങ്ങളുടെ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് ഇറങ്ങിപ്പോയതായിരിക്കാം, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് ആ മൊമെന്റിൽ ഇപ്പം കൊച്ചു പറഞ്ഞ പോലെ തന്നെ 5000 എന്നൊക്കെ പറയുന്നത് വലിയ എമൗണ്ട് തന്നെയാണ് സാധാരണക്കാരന്. ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടതാണ്, ഒരു കല്യാണ വീട്ടിൽ പെണ്ണ് കാണൽ ചടങ്ങ്. ആ പെണ്ണ് കാണൽ ചടങ്ങിൽ ഞാൻ ശ്രദ്ധിച്ച ഒറ്റ കാര്യമാണ്, അവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട്, ഈ ചായക്കടയിലെ കൂട്ട് ടേബിളാണ്, മറ്റേ കാല് വലിച്ചൂരാവുന്ന പ്ലാസ്റ്റിക് ടേബിൾ. എന്നിട്ട് അതിന്റെ പുറമെ പേപ്പർ ഒട്ടിച്ചിട്ട് ആ പേപ്പർ സെല്ലോ ടേപ്പ് വെച്ചിട്ട് മറ്റേ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ടേബിൾ വൃത്തിയാക്കുക, ഒരു തുണി ഇടുക, ഇതെനിക്ക് മനസ്സിലാവും, എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കല്യാണത്തിന് 5000 രൂപയുടെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് വെരി കോസ്റ്റ്. എന്നിട്ട് അതിലും കുറച്ച് ചെയ്യാൻ കൊടുക്കാൻ ഞാൻ മാക്സിമം നോക്കുള്ളൂ. അവർക്ക് ആ ഒരു പൈസ എങ്കിലും ഇരിക്കട്ടെ, ഓർണമെന്റ്സ് എങ്കിലും എടുക്കാമല്ലോ. എന്നിട്ട് ഞാൻ അതിന്റെ കൂടെ എൻ്റെ എന്തെങ്കിലും ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഹോൾസെയിൽ എടുത്താൽ എല്ലാം കാണും, ജ്വല്ലറി, കരി, പൊട്ടി, ചാന്ത് എല്ലാം കാണും. ഈ സംഭവങ്ങളും കൂടെ ഞാൻ മേടിച്ച് വെക്കും. കാരണം മന്ത്ലി ആർക്കെങ്കിലും ഒക്കെ ഗീവ് അവേ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബറെ കിട്ടും. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ മേടിച്ച് വയ്ക്കുന്നവർക്ക് ഈ ബ്രൈഡൽ കസ്റ്റമർക്ക് ഞാൻ ആ സാധനം കൂടെ വെച്ചങ്ങ് കൊടുക്കും. എടാ ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ മാലയാണ് ഏതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഈ ധാവണിയൊക്കെ സെയിൽ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ട്രഡീഷണൽ മാലയൊക്കെ അവർക്ക് ഗീവ് അവേ ആയിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ധാവണി ഇടുമ്പോൾ ഒരു മാലയും കൂടെ ഇടട്ടെ, അവർക്ക് അതൊരു സന്തോഷമല്ലേ. നമ്മൾ തിരിച്ച് വീണ്ടും വരണം. നമ്മൾ വൺ ടൈം ആയിരിക്കരുത്. നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ ചേച്ചിയുടെ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ തന്നെ കൊടുക്കാം എന്നാലോചിച്ച് തിരിച്ച് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിൽ വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് എനിക്ക്. ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന കസ്റ്റമർ. കാരണം അവരെല്ലാ മൊമെന്റും, പിന്നെ കൂടുതലും UK അവിടെ നിന്നൊക്കെ വരും കേട്ടോ, സ്വിറ്റ്സർലാൻഡ് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇപ്പോഴും UK എന്നൊക്കെ ഒരുപാട് കസ്റ്റമർ. ഈ ഓണ സമയത്ത് ആകുമ്പോൾ ഒരു ബൾക്കായിട്ട്, കാരണം നമ്മളെ മലയാളി അസോസിയേഷൻ അവിടെ ഓണ പരിപാടിക്കൊക്കെ ഒരുപോലെ ധാവണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്കൊരു 15 എണ്ണമൊക്കെ അവിടെ നിന്ന് ഒരുപോലെ ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇപ്രാവശ്യം താൻ തന്നെ ചെയ്യണം, ഇപ്പഴേ നോക്കിക്കോ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പേജിൽ കയറിയാൽ നമ്പറിൽ എൻക്വയറി എടുക്കാം? വെബ്സൈറ്റ് ഒന്നും തുടങ്ങിയില്ല. കാരണം വെബ്സൈറ്റിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണ് ഇടാനുള്ളത്. കസ്റ്റമൈസേഷൻ അവിടെ നടക്കത്തില്ല. ഞാൻ പ്രൊഡക്ഷൻ കുറവാണ്. ഇപ്പൊ ഈ കസ്റ്റമൈസേഷൻ ആണ്. ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഇത് തച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ തച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പൊ എല്ലാവരും അളവ് എങ്ങനെയാണ് എടുത്തു കൊടുക്കാൻ പറയുന്നത്? അളവ് അയച്ചു തരണവർ അയച്ചു തരാൻ പറയും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സൈസ് ചാർട്ട് അയച്ചു കൊടുക്കും. സ്മോൾ ടു XXL 3XL വരെ ഉണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളവർക്ക് മാക്സിമം ഷേപ്പ് അടിക്കാനോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ അളവ് ഞാൻ അയച്ചു കൊടുക്കും, മെഷർമെന്റ് ഈ ഒരു രീതിക്ക് അയച്ചു തരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയക്കുമ്പോൾ അവർ അയച്ചു തരും. ബ്രൈഡലൊക്കെ ഞാൻ ചോദിച്ച് മേടിക്കും. എത്ര ദിവസം മോനെ നീ ഒരു സാധനം തയ്ച്ചിട്ട് കൊടുക്കാനുള്ളത്? ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി സമയം വേണം. ഞാൻ ഒരു 15 ദിവസം മുന്നേക്ക് അന്ന് അയച്ചോ എന്നൊക്കെ പറയും. മെറ്റീരിയൽ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ ബ്രൈഡൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഹാൻഡ് വർക്കാണ്, നമുക്ക് ഇച്ചിരി സമയം ഇരിക്കേണ്ടി വന്നത്. ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റൂല. അപ്പൊ നമ്മൾ ഇത്തിരി സമയം ചോദിക്കും അവരോട്, അപ്പൊ അയച്ചു തരും. ഇപ്പൊ അടുത്ത അല്ലെ ഇപ്പൊ ഓണത്തിന് കല്യാണമുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവരിപ്പോഴേ അയച്ചു തുടങ്ങി ബ്രൈഡൽ ബ്ലൗസ്. കാരണം അവർക്ക് ഇപ്പൊ നേരത്തെ എടുക്കുമല്ലോ, ബ്രൈഡൽ ബ്ലൗസ് മാത്രം, സാരി മാത്രം നേരത്തെ എടുക്കുമല്ലോ. കാരണം വർക്ക് ഇപ്പൊ എല്ലാരും വർക്ക് ചെയ്യും ബ്ലൗസിലൊക്കെ. പണ്ടൊക്കെ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ കാലത്ത് മുത്തു പിടിപ്പിക്കുന്നത് ഇപ്പൊ അങ്ങനെ ആരും ചെയ്യത്തില്ല. പറയും ചേച്ചി 2000 രൂപയ്ക്ക് വർക്ക് ചെയ്ത് തരുമോ? ഓ ചെയ്യാടാ, അയച്ചോ. അപ്പൊ ബ്ലൗസ് കിട്ടിയിട്ട് ബ്ലൗസിൽ എക്സ്ട്രാ വർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. സ്റ്റിച്ചഡ് അയക്കും. പക്ഷെ കസ്റ്റമർക്ക് ബ്രൈഡൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പം അങ്ങനെ മെറ്റീരിയൽ ഇപ്പോഴേ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓണത്തിനുള്ള സമയത്തായിരിക്കുമല്ലോ കല്യാണങ്ങൾ കൂടുതൽ. അപ്പോഴത്തേക്ക് എനിക്ക് പ്രൊഡക്ഷനും ഉണ്ട്, ധാവണി ഇറക്കും ഞാൻ ആ സമയത്ത്. അപ്പൊ എല്ലാം കൂടെ തിരക്കായിപ്പോണ്ടെന്ന് പറഞ്ഞ്
വെഡിങ് കസ്റ്റമറിലൊക്കെ ആദ്യമേ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ബ്രൈഡൽ സാരി മാത്രം ആദ്യം എടുക്കുമല്ലോ, പിന്നീട് ബാക്കിയുള്ളവർക്കൊക്കെ എടുത്താൽ മതിയല്ലോ. ബ്ലൗസും കാര്യങ്ങളൊക്കെ തച്ച് കിട്ടണം. പിന്നെ എല്ലാവരും വർക്ക് ചെയ്യും, എല്ലാവരും കല്യാണത്തിന് ഇപ്പം കയ്യിലും എല്ലാത്തിലും വർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 2000 രൂപയ്ക്ക് മതി, 1000 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. 1000 രൂപയ്ക്കും ഉണ്ട്. എന്നാൽ ഇയാൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുമെന്ന് ഞാൻ ചോദിക്കും. കാരണം നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടെ മുതലാവത്തില്ല. എങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു തന്നാൽ 1000 രൂപയ്ക്കുള്ള വർക്ക് നല്ല രീതിക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ചെയ്തു 15 ദിവസം അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഒരു നോർമൽ ഡ്രസ് ഇപ്പൊ ഈ ചുരിദാർ കയ്യില് മീൻസ് ഇതല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, എത്ര ദിവസം? അല്ല, അത്യാവശ്യമാണെന്നൊക്കെ പറയുമെങ്കിൽ ഞാൻ പെട്ടെന്ന് തച്ചു കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇരുന്ന് തച്ചിട്ട്. കാരണം ഷിപ്പിങ്ങും കൂടെ നോക്കണമല്ലോ. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ്, എറണാകുളത്ത് കിട്ടണമെങ്കിൽ സ്പീഡ് കുറയുണ്ട്. അപ്പൊ ഷിപ്പിങ്ങും കൂടെ കിട്ടുന്ന രീതിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ അയച്ചു കൊടുക്കും. അല്ല, പല ഓൺലൈൻ സൈറ്റുകളിലും പല ഇതുപോലത്തെ ഭയങ്കരമായിട്ടും തയ്ക്കാൻ ആൾക്കാരുള്ളിടത്ത് പോലും ഭയങ്കരമായിട്ടും ഇത് പറയുന്നുണ്ട്, ഇന്ന് കൊടുത്ത 1 വർഷം കഴിഞ്ഞേ കിട്ടേണ്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കറക്റ്റ് സമയത്തിന് നേരത്തെ കൂട്ടി ഞാൻ അയച്ചു കൊടുക്കും. പേയ്മെന്റ് ബാലൻസ് ചിലപ്പോൾ എനിക്ക് പേടിയായിരിക്കും, ബാലൻസ് കിട്ടണമല്ലോ അവർക്ക്. ഞാൻ ഈ സ്റ്റിച്ച് ചെയ്താലേ ചിലപ്പോൾ ബാലൻസ് ഞാൻ മേടിക്കത്തുള്ളൂ. ചിലർ എനിക്ക് നേരത്തെ അയക്കും, ഫുൾ എമൗണ്ട് അയക്കും. ചിലർക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മതി, ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും കാണത്തില്ലല്ലോ. ഇപ്പം 2000 രൂപയൊക്കെയാണെങ്കിൽ ഞാൻ പറയാം 1000 രൂപ അഡ്വാൻസ് ചെയ്താൽ മതി, 1000 രൂപ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ 1000 രൂപ ചിലപ്പോൾ എനിക്ക് പേടിയായിരിക്കും, ഇന്ന് വൈകുന്നേരം കൊറിയർ അയക്കാം. കൊറിയർ അയച്ചിട്ടായിരിക്കും ഞാൻ അവരോട് പറയുന്നത്, ഞാൻ കൊറിയർ അയച്ചു, ഫോട്ടോ അയച്ചു കൊടുക്കും. ചിലപ്പോൾ അവർ അപ്പം തന്നെ സീൻ ചെയ്യത്തില്ല, അവരെന്തെങ്കിലും വർക്കിംഗ് ആയിരിക്കും. ഈ പുറത്തൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് കറക്റ്റ് നമ്മളെ ഈ സമയമായിട്ടൊന്നും ഇതാവത്തില്ലല്ലോ. അപ്പം അവരെ നാട്ടിലോട്ടായിരിക്കും അയക്കുന്നത്, അവരെ വീട്ടിലോട്ടൊക്കെ ആയിരിക്കും അയക്കുന്നത്. ഞാൻ അയച്ചതിന് ശേഷം പറയാം ഞാൻ അയച്ചു കേട്ടോ, അപ്പൊ തന്നെ ഒരു പേയ്മെന്റ് അയക്കും. കാരണം എനിക്ക് വിശ്വാസം ഉണ്ട്, കിട്ടിയില്ലെങ്കിൽ പോട്ടയെന്ന് വയ്ക്കും. അങ്ങനെ എല്ലാം പോട്ടയെന്ന് വയ്ക്കാൻ വേണ്ടി ഞാൻ വലിയ ആളൊന്നും അല്ല. അല്ലാണ്, അതൊരു മൈൻഡാണ്. കാരണം വെച്ചാൽ ആ പൈസ നമ്മള് അത് അവർക്ക് തരാൻ തോന്നണം, നമ്മൾ അയച്ചില്ലേ, അവർക്ക് തരാൻ തോന്നണം. അതാണ് അവരുടെ ഏറ്റവും നല്ല മനസ്സ്. തന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇപ്പം യൂണീക്ക് ആയിട്ട് വല്ല ഡിസൈൻ കാണുകയോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിന്റെ മസാല കൂട്ടുകളാണ് അങ്ങനെ, ഇതിൽ എന്തൊക്കെയുണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പുള്ളി അങ്ങനെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇതിലേയും കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ തയ്ക്കാം എന്ന് ചിന്തിക്കാറുണ്ടോ? എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് തയ്ക്കും. അങ്ങനെയാണ് ഞാൻ ഒരു മോഡൽ ഇങ്ങനെ അങ്ങനെ കോപ്പിയല്ല, നമുക്ക് എല്ലാ ഡ്രസ്സും ഓരോരുത്തരും ഓരോരോ ഇഷ്ടത്തിനാണ് ഇറങ്ങുന്നത്, ട്രെൻഡിങ് അങ്ങനെയാണ്. ഞാൻ കസ്റ്റമർ ഒന്നും ഞാൻ അങ്ങോട്ട് അവർക്ക് മോഡൽ പറഞ്ഞു കൊടുക്കും, ഒന്നും അങ്ങനെ ഞാൻ നോക്കി ചെയ്തിട്ടില്ല. കസ്റ്റമേഴ്സ് ഇങ്ങനെ പ്രൊഫൈൽ അയച്ചു തരുമോ? അയച്ചു തരും, എന്നിട്ട് അവർക്ക് അതുപോലെ വേണമെന്ന് പറയുമെങ്കിൽ ആ സെയിം റേറ്റ് തന്നെ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറയും. ഭയങ്കര ഗ്രാൻഡ് ലെഹങ്കയൊക്കെ അയക്കണത്, ഇതൊരു 5000 ചെയ്യാൻ പറ്റും, ഇതൊരിക്കലും 5000 ചെയ്യാൻ പറ്റൂല. എന്നാൽ നമ്മൾ 5000 ഒതുങ്ങുന്ന മോഡൽ അവർ എടുക്കാനും താല്പര്യപ്പെടത്തില്ല. അവർക്ക് ഭയങ്കര ഗ്രാൻഡും വേണം, എന്നാൽ ഒരു 1000 2000 ചെയ്യാൻ വേണം. അതിലൊക്കെ ഞാൻ പെട്ടുപോകും. ഞാൻ പറയാം എനിക്ക് കസ്റ്റമർ അല്ലേ, ഞാൻ അവരോട് വെറുപ്പിക്കാൻ പറ്റും. ഞാൻ പറയും ഇത് 2000 നടക്കത്തില്ല മാഡം, എന്ന് 2000 നടക്കുന്ന രീതിക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുമെങ്കിൽ ഞാൻ ചെയ്യും. അല്ല, പണ്ട് കാലത്ത് ഈ തയ്യൽക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് നമ്മള് ചേച്ചി യൂണിഫോം തയ്ക്കാനൊക്കെ കൊടുത്തു, ചേച്ചി യൂണിഫോം തയ്ച്ചു കിട്ടും, നാളെ വാ കടയിൽ ഞാൻ നിന്നിട്ടുണ്ട് കേട്ടോ, യൂണിഫോം തയ്ച്ചു കൊടുക്കുന്നിടത്ത് എന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പുത്തൻ ഉടുപ്പ് ഇട്ട് നോക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്, പുതിയതിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇങ്ങനെ ഇപ്പം വീട്ടിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ടോ ഇതുപോലെ? ആ വീട്ടില് തച്ചു കൊടുക്കുന്നതിന് നമുക്ക് വന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം അവരുടെ സമയം ഇന്ന് എന്നിട്ട് നാളെ തരണേ അങ്ങനെയുള്ള ഇത്. എന്റെ വീട്ടിനടുത്തെ ഒരു സ്റ്റിച്ചിങ് ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് സമാധാനം ഇല്ലാത്ത രീതിക്ക് എന്നും വന്നിട്ട് തച്ചോ. അപ്പം സ്റ്റിച്ചിങ്ങുകാരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഈ കൊണ്ട് കൊടുത്തിട്ട് പിറ്റേന്ന് വേണമെന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റത്തില്ല. ഈ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യണ ചേച്ചിമാർ വാങ്ങിപ്പോവും. കാരണം എനിക്ക് ആ ചേച്ചി മറ്റേ ചേച്ചി പരിചയമുണ്ട്. ഇപ്പൊ കൊണ്ടുവരുന്ന ആ ചേച്ചിയെ അടുത്തുള്ള ആളായിരിക്കും, പരിചയം കാണും. അപ്പൊ അവരോട് അയ്യോ പറ്റൂല, ഒരാഴ്ച അവിടെ ഒരു അഹങ്കാരമായി പോകും ഒരാഴ്ച എന്ന് പറയുമ്പോൾ. പക്ഷെ അത് അഹങ്കാരമല്ല, സ്റ്റിച്ചിങ് ചെയ്യുന്ന അവരെ കഷ്ടപ്പാട് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. നമുക്ക് ഇപ്പൊ കൊണ്ടു കൊടുത്തിട്ട് ഒരാഴ്ച തന്നെ വേണമെന്ന് പറയുന്നത് ചിലപ്പോൾ അയൽവക്കത്തുള്ളവർക്ക് നമ്മൾ അറിയാവുന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ മുൻകൂട്ടി പറയുന്നത്. പക്ഷെ പരിചയമില്ലാതെ ഓൺലൈൻ വഴി എടുക്കുന്നവരുണ്ടല്ലോ, നമുക്ക് സമയം തരും, വേറെ സമയത്തിന് ചെയ്തോ, അല്ലെങ്കിൽ നമുക്കും അങ്ങോട്ട് പറയാം. നമുക്ക് പരിചയമില്ല, കസ്റ്റമർ ആണെന്നുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇടില്ല. അപ്പൊ അവർക്ക് നമുക്ക് ഡിമാൻഡ് വെക്കത്തില്ല. ഇത് പരിചയമുള്ളവരാകുമ്പോൾ നമുക്ക് ഡിമാൻഡ് വെക്കും, അയ്യോ കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ വരുന്ന വർക്കല്ല ഇതുവരെ എടുത്തിട്ടില്ല. ബ്രൈഡൽ കസ്റ്റമർ കൊണ്ടുവരും കേട്ടോ ബ്ലൗസ്. കാരണം അവർക്ക് അളവെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി അളവെടുത്തേന്ന് തയ്ക്കണം എന്ന് പറയണവരാണെങ്കിൽ കൊണ്ടുവരാൻ പറയും. അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ 2-3 ബ്രൈഡൽ അങ്ങനെ വീട്ടിലോ, അല്ലെങ്കിൽ അവർ ഓൺലൈൻ തന്നെ കൂടുതലായി ചെയ്യുന്നത്. ചക്കു, അമ്മ പൈസയുടെ കാര്യത്തിൽ ഭയങ്കര അലസയാണോ? അല്ല, മേടിച്ചെടുക്കോ?
മേടിച്ചെടുക്കും. കൊച്ചു വഴക്ക് പറയും, അമ്മ ഇത് ഇത്രയും രൂപയ്ക്കല്ല വിൽക്കേണ്ട, കുറച്ചുകൂടെ രൂപയ്ക്കാണ്. അത് എപ്പോഴും പറയും. അവള് ഒരു ഡ്രസ്സ് ഇപ്പൊ ഈ ഡ്രസ്സ് എത്ര ഞാൻ പറയും, ചക്കു 1500 ഇത് എന്ത് ലാഭമാണ് ചക്കു പറയുന്നത്. പോട്ടെ ചക്കു. പിന്നെ ഈ ചക്കു പറഞ്ഞതിന് ശേഷം എനിക്കങ്ങ് വിഷമം തുടങ്ങും. 1500 ഇല്ലേ, പിന്നെ വിചാരിക്കും ഇടട്ടെ. ഇപ്പൊ പൈസ ഉള്ളവരായിരിക്കാം ചിലപ്പോ, അവരെ എനിക്കറിയത്തില്ലല്ലോ, അവര് ചിലപ്പോ നല്ല പൈസ ഉള്ളവരായിരിക്കും നമ്മളെ തന്നിട്ട് 1000. കാരണം ഇത്രയോ ബൊട്ടിക്ക് കാണും, എത്രയോ നല്ല റേറ്റ് മേടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തച്ചു കൊടുക്കുന്നവർ കാണും. എൻ്റെ അടുത്ത് വരുന്ന ചിലപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമായിരിക്കും എന്ന് വിചാരിച്ചാണ്. എന്റെ സ്റ്റിച്ചിങ്ങിൽ അങ്ങനെ ഭയങ്കര കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒന്നും ഷേപ്പ് അടിക്കാം, എന്നിട്ട് എനിക്ക് അത്ര പോലും അറിയാത്ത ഞാനാണ്, എന്നിട്ട് ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്. തയ്യൽ പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചോണ്ടിരുന്ന സമയത്താണ് ഞാൻ ചേട്ടനായിട്ട് തയ്യൽ പഠിച്ചോണ്ടിരുന്ന സമയത്താണല്ലേ. അപ്പൊ പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ഞാൻ കൂടുതൽ പഠിക്കാൻ നിന്നിട്ടില്ല, അതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ചക്കുമായി, പിന്നെ അതങ്ങനെ പോയി. അതുകൊണ്ട് തയ്യല് നല്ല രീതിക്ക് എനിക്ക് തയ്ക്കാനോ വെട്ടാനോ അളച്ചേ അതെന്ന് പറയാൻ കണക്കാണ്. ഈ തയ്യലിന്റെ വെട്ടും കുത്തും കണക്കുകളാണ്. ആ കണക്ക് സാധനങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു ഡ്രസ്സ് കണ്ട ഈ ഒരു ബോഡിക്ക് തയ്ക്കണം, അങ്ങനെ തച്ച് പഠിച്ചാണ്. അതൊരു സെൻസാണ്. ചിലവർക്ക് ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ പറയില്ലേ, അതുപോലത്തെ ഒരു സെൻസാണ്. നമുക്കതൊരു കഴിവാണ്, അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ തയ്യൽ പഠിച്ചവരും വൃത്തിയായിട്ട് തയ്ക്കണം എന്നില്ല, വിഷയം ചവിട്ടാൻ അറിഞ്ഞെന്ന് ഓർത്തോണ്ട് അളവ് വെട്ടി കൃത്യമാവണമെന്നില്ല. ഇന്നും 3XL ഒരു ധാവണി തച്ചു കൊടുത്തിട്ട് അവര് ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല, ഷേപ്പ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണോ. ഈശ്വര 3XL അതല്ല, 3XL സൈസ് ഞാൻ അവർ സൈസ് തരാതെ ഞാൻ തച്ചു കൊടുത്തില്ലേ, എന്നെ കൊണ്ട് അത് പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സൈസ് നോക്കാറില്ലേ എല്ലാ സൈസും. എനിക്ക് 3XL ഒക്കെ എടുക്കാൻ പേടിയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് വണ്ണം ഉള്ളവർക്കും ജീവിക്കണ്ടേ, ഇവിടെ തച്ചു കൊടുക്കാൻ അറിയണ്ടേ. അവരും പറയും, ഈ ഞങ്ങൾക്ക് വേറെ ആരും തച്ചു തരുന്നില്ലടാ, 3XL ആയതുകൊണ്ട് തച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോഴും എനിക്ക് പേടിയാവും, തച്ച് കൊടുത്തിട്ട് ശരിയാവും, എന്തെങ്കിലും പറ്റിപ്പോന്നുള്ളൊരു പേടിയാണ് ഞാൻ എടുക്കാത്തതിന്റെ കാരണം. അല്ലാതെ സൈസ് ചാർട്ട് പ്രശ്നം വെച്ചിട്ടേ ഇല്ല. എനിക്ക് അവർക്ക് തച്ച് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് തച്ച് കൊടുത്തിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടും എനിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആരും ഇതുവരെ തച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ടില്ല, പക്ഷെ ഇത് ഓക്കെ ആവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ട് എടുക്കും, എല്ലാ സൈസും എടുക്കും. അമ്മയ്ക്ക് ചക്കൂനെയാണ് ഏറ്റവും ഇഷ്ടം, സൂചി നൂലുമാണോ? എനിക്ക് അങ്ങനെയില്ല, എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? അമ്മയ്ക്ക് ഇഷ്ടം ചക്കൂനെയാണോ സൂചി നൂലാണോ? കൺഫ്യൂഷൻ ആയ ചോദ്യമാണല്ലോ ചേച്ചി ചോദിച്ചത്. സൂചി നൂല് ആയിരിക്കും. അല്ല, കൂടുതൽ സമയം അവിടെ തന്നെയല്ല അമ്മ ഇരിക്കുന്നത്. കൊച്ചു സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അമ്മ എങ്ങനെയാ, തയ്ച്ചോണ്ടിരിക്കണോ? പോകുമ്പോഴും ഇത് തന്നെ കാണുന്നു, തിരിച്ചു വരുമ്പോഴും ഇത് തന്നെ കാണുന്നു. ഈ പെയിൻ ഉണ്ടോ മോനെ നടുവിന്? നല്ല ഈ ഞാൻ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. കാരണം അവർക്ക് നമ്മൾ ഓർഡർ എടുത്ത് പോയില്ല, അവരെ ഫംഗ്ഷൻ ഇടാനുള്ള സാധനമല്ലേ. അപ്പൊ ഞാനൊന്നും വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലൊക്കെ ഞാൻ ഒറ്റ സ്റ്റെപ്പിലിരുന്ന് കാലൊക്കെ എനിക്ക് വെരിക്കോസ് വന്നിട്ടുണ്ട്, കാല് അനക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്നും വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തരും ചേച്ചിക്ക് കണ്ണ് കമ്പയറാ കാല്. അങ്ങനെയല്ല, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കാലിന് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തോടെ എനിക്ക് പണി കിട്ടണതാണ്. കണ്ണേറ് കമ്പയർ അതിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്, ഒഴിഞ്ഞിടണേ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണോണ്ടാണ്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ കാലിന് ഞാൻ ഒരുപാട് കൊടുത്തതുകൊണ്ടാണ്. ഞാൻ അത്രയത്തോളം ഇരുന്ന് നമ്മൾ ഒരു കാര്യം തന്നെ ഇങ്ങനെ അനക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഒന്നും കാലനക്കാൻ പറ്റാണ്ട് ഞാൻ രാത്രി കിടന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എൻ്റെ വെരിക്കോസ് അത്രയും നല്ലപോലെ മാറിയത്. ബാക്ക് പെയിൻ അതിനനുസരിച്ച് വരും. പീരിയഡ്സ് ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് ഫുള്ളിരുന്ന് തയ്ക്കുക, എൻ്റെ ബോഡി നോക്കാതെ. ചേട്ടൻ പറയും കുറച്ചു നേരമെങ്കിലും അതിൽ നിന്ന് എണീറ്റ് നീ നടക്ക്. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് എണീക്കുന്നതോ, നീ വാഷ്റൂമിലെങ്കിലും പോ. ഹസ്ബൻഡ് എന്ത് ജോലിക്ക് ഇപ്പൊ പോകും? ചേട്ടൻ വണ്ടിയുണ്ട്, ഡ്രൈവറാണ്. സത്യത്തിൽ നാണക്കേട് കൊണ്ടാണോ പുള്ളി കൂടി? നാണക്കേടല്ല, എന്നെക്കാളും വലിയ ട്രോമയിലാണ് ചേട്ടൻ വന്നിട്ടുള്ളത്. കാരണം അന്നത്തെ 21 വയസ്സുകാരൻ എവിടെ നിന്ന് ജീവിതം സ്റ്റാർട്ടാകണമെന്ന് പോലും അറിയണ്ട. ഫിനാൻഷ്യലി ഒന്നുമില്ല, ചേട്ടനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാ എന്റെ ഒരിടത്ത് ചാട്ടം ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾ എങ്ങനെയായിരുന്നു പ്രേമിച്ചതും? ആരുടെ പോലെ ആരുടെ ഐഡിയ ആയിരുന്നു? അങ്ങനെയല്ല, വീടിന്റെ അടുത്തായിരുന്നു, അടുത്തടുത്ത വീടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഷ്ടത്തിലായി. ഇഷ്ടം ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയോണ്ടായി ഇറങ്ങി തിരിച്ചത്. ഈ ചെറു ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടോ അതോ പെട്ടെന്ന് കണ്ടു? 1-2 വർഷത്തെ സ്നേഹത്തിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചതാ. അങ്ങനെ പക്ഷെ ഇറങ്ങി തിരിക്കേണ്ട സമയം 18 ആയിരുന്നില്ല, ഇനി സമയം എടുക്കായിരുന്നു. അല്ലാതെ വീട്ടുകാർ പിടിച്ചു? വീട്ടുകാർ പിടിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ തയ്യലിന്റെ ഇതിന് എന്തോ ആവശ്യം സർട്ടിഫിക്കറ്റ് മേടിക്കാനോ അങ്ങനെ എന്തിനൊക്കെയോ പോയപ്പോഴത്തേക്ക് എക്സാം എന്തോ സർട്ടിഫിക്കറ്റ് എന്തോ മേടിക്കാൻ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ചേട്ടൻ്റെ വണ്ടി കയറിയിട്ട് തിരിച്ചു വരുന്നത് എൻ്റെ ബ്രദർ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പേടി, ബ്രദർ കണ്ടല്ലോ. എന്നാൽ ഒരു അടി അന്ന് കിട്ടത്തുള്ളായിരുന്നു. ആ അടി ഞാൻ സഹിച്ചിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട്
വിധി ഉണ്ടല്ലോ, നമ്മൾ തന്നെയാണല്ലോ പാർട്ണർ ആയത്. അപ്പൊ അന്ന് അത് തന്നെ നടക്കുമായിരുന്നു. പക്ഷെ ചേട്ടൻ എൻ്റെ ബ്രദർ കണ്ടല്ലോ എന്നും പറഞ്ഞ് പേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ പക്ഷെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പം ചേട്ടൻ്റെ വീട്ടിൽ പോയാലും ഓക്കെ അല്ല, ഒരിക്കലും ഓക്കെ അല്ല. എൻ്റെ വീട്ടിൽ പിന്നും പറഞ്ഞ് ചിലപ്പം കല്യാണം കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമായിരിക്കും. അന്നത്തെ രാത്രി ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല. ഞങ്ങളെ വീടിൻ്റെ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ്. ഒന്നുകിൽ ട്രെയിനിൽ ചാടുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക, കയ്യിൽ പൈസയും ഇല്ല, രണ്ടുപേരുടെ കയ്യിലും പൈസ ഇല്ല. അന്ന് പഠിക്കുന്ന പിള്ളേരല്ലേ അവിടെ നിന്ന് പൈസ. അപ്പോഴത്തേക്കും അപ്പോഴാണ് എൻ്റെ ഫോണിൽ നിന്ന്, ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങളിങ്ങനെ പോവാണ്, ഞങ്ങൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ സങ്കടത്തിൻ്റെ, കാരണം അച്ഛനുണ്ടല്ലോ, എനിക്ക് അന്ന് അച്ഛനുണ്ട്. അച്ഛൻ അത്രയും സങ്കടമായിട്ട് പിള്ളേരെ പിള്ളേരെ തിരിച്ച് വിളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ തിരിച്ച് അന്നത്തെ രാത്രി ഞങ്ങളെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടുകാരെന്നെ തിരിച്ച് വിളിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ വീട്ടിൽ പിറ്റേന്ന് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം. ഇപ്പം നമ്മൾ പരസ്പരം ഒരു നാട്ടുകാരല്ലേ, അപ്പോൾ എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ പോയി എന്നൊക്കെ അറിഞ്ഞു. പിന്നെ രണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ, അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണമായിട്ട് നടക്കണം. അങ്ങനെ കല്യാണമായിട്ട് നടന്നു. അവിടെ നിന്ന് ഒന്നും ചിന്തിച്ചില്ല. പിന്നെ അങ്ങോട്ട് കഷ്ടപ്പാടും ഭയങ്കര, രണ്ടുപേർക്ക് നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ നമുക്ക് വീടില്ല, എപ്പോഴും സ്വന്തമായിട്ടൊരു വീടില്ല നമുക്ക്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾക്ക് വീടില്ല. ചേട്ടന് സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾ അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ചേട്ടൻ എൻ്റെ കൂടെ അന്നും ഇന്നും ഉണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഉപേക്ഷിച്ച മനുഷ്യനാണത്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വരണം. അപ്പോഴേ ഈ ഒരു ഇതൊക്കെ നടക്കൂന്നേ, അപ്പോഴേ എല്ലാരും കാണും. ആ ഒരു വീട് വെക്കുന്നതിന്റെ വീഡിയോയിൽ വരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. വീട് വെക്കുന്ന വീഡിയോയില്ല. അപ്പം ഉടനെ തന്നെ ഈ വർഷം അവസാനം തന്നെ നടക്കട്ടെ. അടുത്ത വർഷത്തിലേക്ക് നിങ്ങൾ പുതിയ വീട്ടിൽ തന്നെ കയറും. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എല്ലാവരും ചോദിക്കുമ്പോൾ റെന്റ് വീടാണ്. അപ്പൊ ചക്കൂന് ആ ഒരു അവസ്ഥ വരരുത്. അവള് ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ റെന്റ് വീടാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരരുത്. അവൾക്ക് സ്വന്തമായിട്ട് കാരണം നമുക്ക് രണ്ടുപേർക്കും പാരമ്പര്യമായിട്ട് ഒരു സ്വത്തും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടണമെന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി എടുത്ത് ഞങ്ങളെ മക്കൾക്ക് അങ്ങനെ കൊടുക്കണം. ഞങ്ങൾക്ക് റെന്റ് വീട് എന്നൊക്കെ പറഞ്ഞ എറണാകുളത്ത് എന്താ ഡിമാൻഡ് അറിയോ? നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ 40 പേരിലും ഒരാളായിരിക്കും, ഞാൻ മാത്രമായിരിക്കും റെന്റ് വീട്ടിൽ താമസിക്കുന്നത്. എനിക്കൊന്നും ഇപ്പോൾ ചക്കുന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ എല്ലാവരും റെന്റഡ് ആയിരിക്കും. കാരണം അവിടെ നിന്ന് ഇവിടെ നോക്കി ജോലിക്ക് താമസിക്കും, എല്ലാവരും റെന്റഡ്. നമ്മുടെയൊക്കെ ചെറുതിലേ നമ്മളൊക്കെ താമസിച്ച് പഠിക്കുമ്പോ 1-2 പേരായിരിക്കും അവിടെ നിന്ന്. അത് എനിക്ക് ഭയങ്കര എന്റെ കുട്ടിക്കാലത്ത് എനിക്കത് ഭയങ്കര. നല്ല ഡ്രസ്സില്ല, TV ഇല്ല വീട്ടില്. അപ്പുറത്തെ വീട്ടില് അവര് TV അണയ്ക്കുന്നവർ അവരെ വീട്ടിൽ പോയി കാണാം. ഒരു സിനിമ ഞാൻ ഇതുവരെ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത്. ചക്കുവിന്റെ ഇഷ്ടത്തിനാണ് ചക്കു ഇപ്പൊ റിമോട്ടും TV ഒക്കെ അവളെ ഇഷ്ടത്തിനാണ് കാണുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ ചേട്ടനും കൈ പിടിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് TV കാണും. സമയം കഴിയുമ്പോൾ വീട്ടിൽ വരണം. ഒരു സിനിമ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ബാഗായിരുന്നാലും സ്കൂൾ ഓർക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ മക്കളുടെ പഴയ ബാഗ് ഞങ്ങൾക്ക് തരും. ആ ബാഗിലാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനൊന്ന് മെച്ചോടൊക്കെ ആയപ്പോൾ നമുക്ക് 2-3 ഡ്രസ്സൊക്കെ അങ്ങനെ കൊണ്ടു തരുമല്ലോ. അങ്ങനെ കൊണ്ടു തന്നതിന് ശേഷമാണ് ഞാൻ നല്ല ഡ്രസ്സുകൾ ബുധനാഴ്ച തോറും ഇട്ട് തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഒരു പട്ടുപാവാട ഉണ്ട്, അത് കഴുകും, അത് കഴിഞ്ഞാൽ ബുധനാഴ്ച തോറും ഇട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര വിലയാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ തുന്നൽ ചെയ്ത് ഡ്രസ്സിലോട്ട് തന്നെ ഈ ഒരു ഇതിൽ തന്നെ നിന്നത്. എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോ ഇഷ്ടം പോലെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റൂലേ. അതെങ്ങനെയാണ് ഇഷ്ടത്തിന് എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്റെ ഇഷ്ടത്തിന് എനിക്ക് തയ്ക്കാമല്ലോ. അത് അതിലോട്ട് എത്തി. നല്ല രസമുണ്ട് ഈ ഡ്രസ്സ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തത് നല്ല രസമുണ്ട്. പിന്നെ വണ്ണോ നല്ല ഷേപ്പ് ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ചെക്കുവിന്റെ ഡ്രസ്സ് നല്ല ഭംഗിയാണ്. കണ്ട അമ്മയും മകൾക്കും ഞാൻ അന്ന് കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു കൊച്ചാണോ അത് ഞാൻ 2 വട്ടം ചോദിച്ചില്ല. അത് കണ്ടപ്പോ എല്ലാരും ചോദിക്കും. നമ്മളിപ്പോ ഫ്രണ്ട്സിനെ പോലെ എന്ന് പറയും. അമ്മയ്ക്കും മോക്കും ഒരിക്കലും ഫ്രണ്ട്സ് ആകാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് കൊച്ചിലെ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയാണ് അവളെ കൂടുതൽ നോക്കിയിരുന്നത്. ഞാൻ ജോലിക്ക് പോവും, രാത്രി ഈ സെയിൽസ് ഗേളായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ടി. ഞാൻ സെയിൽസ് ഗേളായിട്ട് എനിക്കും ചേട്ടൻ വരുന്ന വഴിക്ക് എന്നെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ ചക്കു ഞങ്ങളെ കൂടെ നിന്നിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ചക്കു ഞങ്ങളെ കൂടെ നിന്ന് തുടങ്ങിയത്. അപ്പം അവളെ എനിക്ക് അത്രത്തോളം സ്നേഹിക്കാനും പറ്റിയിട്ടില്ല. പിന്നീട് തോന്നി അവൾക്ക് ഞങ്ങളെന്തോ ഒരു ട്രോമ പിന്നെ ഞങ്ങൾ കൊടുക്കും പോലെ എനിക്ക് തോന്നിപ്പോയി. കാരണം അവള് എൻ്റെ അമ്മയിലോട്ടും മുത്തശ്ശിയിലോട്ടും മാത്രം ഒതുങ്ങി പോകുന്ന ഒരാളായിട്ട് ഇപ്പൊ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും, ചക്കു ഇപ്പൊ നിങ്ങളെ കൂടെ അല്ലേ. അതുകൊണ്ട് അവൾക്ക് മാക്സിമം അവളെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചക്കു അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടോ? ഇല്ല. അമ്മയ്ക്ക് അച്ഛനും ജോലിയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ ഇന്നലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നപ്പം ഭയങ്കര കരച്ചില്. കുഞ്ഞ് അമ്മ എന്നോട് കുറച്ചേ മിണ്ടിയുള്ളൂ എന്നുള്ളത്.
കുഞ്ഞുങ്ങൾക്ക് അത് ട്രോമയാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഈ പ്രായത്തിൽ പറ്റില്ല. കാരണം നിങ്ങൾ വിചാരിച്ചത് എന്താ, നിങ്ങൾക്ക് വന്ന പോലെ ഒരു കീറത്തുണിയോ മറ്റൊരാളുടെ എടുക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ആ സമയം കുഞ്ഞുങ്ങളുടെ ബാല്യവും കൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അപ്പം പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിനോട് പറയുക, ആ നിങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലിനൊക്കെ പാല് കാച്ചുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കുക, വരാം. ചക്കു ഹാപ്പി അല്ലേ? എന്നെ വിളിക്കില്ലേ? ചക്കു വിളിച്ചാൽ മതി. അപ്പൊ എനിക്ക് എൻ്റെ അളവൊക്കെ ഞാൻ അയച്ചു തരും. ചക്കു ഡ്രസ്സ് അയച്ചു തന്നാൽ മതി. ചക്കു വരച്ചൊക്കെ കൊടുക്കണം. ചക്കു എങ്ങനെയാ ഇതൊക്കെ ചെയ്യുമോ? നല്ലതായിട്ട് പടം വരയ്ക്കും. വരയ്ക്കല്ലേ? ചക്കു പിള്ളേരുടെ ഇപ്പം ബ്രാൻഡ് ചക്കുവിനെ വെച്ചിട്ടാണോ ചെയ്യുന്നത്? ലൈക്ക് ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് കുട്ടികൾക്കുള്ളതൊക്കെ ഞാൻ ചക്കുവിന്റെ ഡ്രസ്സ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയും ഓർഡർ കിട്ടും. അപ്പൊ ചക്കു സെറ്റ് ചെയ്യും. ഓക്കെ, ചക്കു ഹാപ്പി അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ഷിനി. ഓ, ഓർത്തെടുത്ത്. കൂട്ടുകാരുടെ പേര്? അപ്പൊ എല്ലാവരുടെയും പേര് പറ. അതിനിപ്പോ എന്താ, ഞങ്ങൾ ഇത്രയും മണിക്കൂർ സംസാരിക്കാമല്ലോ. സായ, ബെസ്റ്റ് ഫ്രണ്ട് സായ. സായ ഹായ്. അനാമിക. ഓക്കെ, എല്ലാരോടും പറഞ്ഞിട്ടേക്ക് അമ്മ ഇന്റർവ്യൂ. അത് മനസ്സിലായി. അതുകൊണ്ടാണ് അത് അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ട്. പേര് പറ. ജാസ്ലിൻ. പിന്നെ നൂറ. നസ്രിയ. ഇവരൊക്കെയാണ് കൂടുതലും മിണ്ടുന്നത്. എല്ലാ സ്കൂളിലും എല്ലാവരും കാണും കേട്ടോ ചക്കുവിന്റെ വീഡിയോ. എന്റെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണും. കാരണം ഞാൻ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ചക്കുവിന്റെ ഒപ്പിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി പിള്ളേർ വരും ഓടി. ഭയങ്കര സപ്പോർട്ടാണ് പിള്ളേരൊക്കെ. ചക്കുവിന് ഭയങ്കര യങ്ങസ്റ്റ് ആയിട്ടൊരു അമ്മയുണ്ട്. ക്ലാസ്സിലെ പിള്ളേർ പറയും അത് അംഗീകരിച്ച് തരത്തില്ല. അപ്പൊ ചക്കു കൂട്ടുകാരുടെ കണ്ടീഷൻ എന്ന് പറയാ, പഠിത്തം നന്നായിട്ട് പോകണം. കാരണം ഇവര് അമ്മ ഒരു കാലത്ത് ഞാൻ നമ്മൾ രണ്ടുപേരും ഗവൺമെന്റ് സ്കൂളിലാണ്. എന്നിട്ടും ഇത്രയും കഷ്ടപ്പാട് വന്നിട്ട് എനിക്ക് ചക്കുവിനെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മോശമെന്നല്ല ഞാൻ പറയുന്നത്. ചക്കുവിനെ എനിക്ക് നല്ല രീതിക്ക് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് എത്ര ഫീസായിരുന്നാലും കുഴപ്പമില്ലെന്ന ഫീസ് അടയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫീസും അഡ്മിഷൻ ഫീസ്, സ്കൂൾ ഫീസ് അങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തുടയെന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവൾ നല്ലതുപോലെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അപ്പോഴും അവൾക്ക് എനിക്ക് തോന്നുന്നു അവൾക്ക് വേണ്ടി ഫീസിന് മാത്രം അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജോലിക്ക് വരുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, അതിനൊന്നും എടുക്കാനില്ല. റെന്റ് പോവും, പിന്നെ ഇവിടെ സ്കൂളിൽ പോവും, അങ്ങനെ മാത്രം പോയിട്ടുണ്ട്. അതെനിക്ക് വേണമെങ്കിൽ വെറുതെ വീട്ടിൽ ഇരിക്കായിരുന്നു. പക്ഷെ ഇല്ല, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും. ഞങ്ങൾ രണ്ടുപേരും പോകും. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിട്ടിരിക്കെ കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കെ. എന്നോട് എന്താ പറയാ, ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്നാണ് എന്നോട്. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു നിമിഷം. എൻ്റെ ലൈഫ് സ്റ്റോറി ഒന്നും എൻ്റെ സബ്സ്ക്രൈബർക്കോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും അറിയില്ല കേട്ടോ. അതൊന്നാമത്തെ കൈത്തുന്നൽ കൊണ്ടാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നോ ഞാൻ അവിടെ നിന്ന് വന്നതാണെന്നോ, കാരണം നമ്മൾ സമയം പോക്കിന് വേണ്ടിയിട്ട് കൈത്തുന്നൽ തുടങ്ങിയിട്ടും നമുക്ക് സക്സസ് ആവാം. പക്ഷെ എനിക്ക് ഇത്രയും ഒരു ട്രോമയും അല്ലെങ്കിൽ കഷ്ടപ്പാടും അവഗണനയും പരിഹാസവും ഒക്കെ കിട്ടിയോണ്ടാണ് ഞാൻ ഈ കൈത്തയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇത്രയും വരെ എത്തിയത്. അതുകൊണ്ട് എനിക്കൊരു എൻ്റെ സ്റ്റോറി ആരെങ്കിലും പറഞ്ഞ് ഇന്നും വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും. ഒരുപാട് വീട്ടിൽ കുഞ്ഞിനെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നവർ കാണും. അവർക്കൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എങ്കിൽ അത് ഞാൻ ഒരാൾ കഴിച്ചാൽ ഒരാളെങ്കിലും ഒരാൾ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിൽ അതെനിക്ക് ഭയങ്കര ആസെറ്റ്. തീർച്ചയായിട്ടും ഞാനും നിന്നെ അന്ന് നേരിട്ട് കണ്ട് നീ അന്ന് സ്റ്റേജിൽ കരഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നെ നോട്ടഡായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടടാ കാണാറുണ്ട്, നമുക്ക് സംസാരിക്കാം. പിന്നെ ട്രിവാൻഡ്രം വരെ വരാനുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പം നിങ്ങൾ 3 പേരും കുഞ്ഞിനെ ഉൾപ്പെടെ രാവിലെ ഇവിടം വരെ വന്നതിന്, ട്രിവാൻഡ്രത്ത് നിങ്ങൾ എറണാകുളം വരെ വന്നതിന്, ഞങ്ങളുടെ ചാനലിൽ കുറച്ചേരം ഇരുന്നതിന്, പിന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ പറയുന്ന പോലെ ഈ സ്റ്റേജിൽ കൂടെ ഒക്കെ കഴിഞ്ഞു പോയോണ്ടാവേ നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഒരുപാട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് മാറി മറിച്ചിടാൻ ഡ്രസ്സുണ്ട്, ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കൊരു ഫീലാണ് അന്ന് നമ്മൾ അനുഭവിച്ചത് ഇങ്ങനെയാണല്ലോ എന്ന്. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും പറയും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാടാ. അതായത് ഞാൻ ഇന്നും 1000 രൂപയ്ക്ക് 10 ഉടുപ്പ് കിട്ടുന്ന കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കും. മനസ്സിലായോ? എനിക്കൊരു 1000 രൂപയുടെ ഡ്രസ്സ് ഒറ്റയ്ക്കിടാൻ എനിക്ക് പേടിയാണ്. എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അതെൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് 1000 രൂപയുടെ ഒരു ചുരിദാർ ഇടാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെങ്കിലും ഇത് അടിപൊളിയാവും. ഞാൻ അല്ല വീട് അതെന്നാലും നടക്കട്ടെ. താങ്ക് യു. ഇതാണല്ലേ സൂചി നൂലും. ഇറ്റ്സ് വെരി യൂണിക്. ഓക്കെ, അമ്മൂസ് കൊച്ചുമോൾ, സൂചി നൂലും അമ്മൂസ് കൊച്ചുമോൾ. ഓക്കെ,
ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണോ? ഞാൻ പറഞ്ഞില്ലേ, കഷ്ടപ്പെടാൻ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ഇനി എനിക്ക് ഒന്നിലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്ത് വന്നാലും ഞാൻ അത് നേരിട്ട്. സാരി ഞാനൊരു സാരികളാണ് കേട്ടോ. എന്റെ പ്രൊഫൈല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാരി നല്ലതായിരിക്കും, മനസ്സിലായി. വെസ്റ്റേണിനേക്കാളും ചേരുന്ന സാരി തന്നെയാണ്. അല്ല, ഇതാണ് നമുക്ക് പെട്ടെന്ന് സാരി ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ട് ഞാൻ അയക്കാം. ഇതുപോലത്തെ ഒരു ബ്ലൗസ് ഞാൻ സെറ്റ് ചെയ്യും. ഇതിന് ഈ കോൺട്രാസ്റ്റ് എന്നല്ല.